ഇലക്ട്രൽ ബോണ്ടിൻ്റെ കൃത്യമായ വിവരങ്ങൾ ഈ മാസം 21-നകം ബോധിപ്പിക്കണമെന്നും അത് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും സുപ്രീം കോടതി വാണിംഗ് കൊടുത്തു. ഇലക്ട്രൽ ബോണ്ടുകൾ SBI ആണ് വിറ്റത്. ആര് വാങ്ങിച്ചു, ആർക്ക് കൊടുത്തു എന്നുള്ള വിവരം അറിയാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അവർ അതിനൊരു കമ്പനിക്ക് പ്രത്യേക കോഡില്ല, ആർക്ക് കൊടുത്തു, ഏത് പാർട്ടിക്ക് കൊടുത്തു എന്നുള്ള കോഡില്ല. വളരെ വിദഗ്ധമായിട്ടാണ് SBI ഈ കടപ്പത്ര കുംഭകോണം അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ടിൻ്റെ പരിപാടികൾ നടത്തിയത്. സുപ്രീം കോടതി അത് കൈയോടെ പിടിച്ചു. വിവരാവകാശം നിയമം അനുസരിച്ച് ഇന്ത്യയിലെ പൗരന് ഓരോ പാർട്ടികൾക്കും എത്ര രൂപ പാർട്ടികൾ കിട്ടി, ആര് കൊടുത്തു, എന്ന് കൊടുത്തു, എത്ര രൂപ കൊടുത്തു, ഇതറിയാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ അറിയാനുള്ള അവകാശം ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട്. ഇത് മതേതര രാജ്യമാണ്. നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ തിരഞ്ഞെടുക്കുന്നത്, ഭരണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഇലക്ഷൻ മുഖേയാണ്. അവിടെ ഒളിച്ചുകളിയൊന്നുമില്ല. നമുക്ക് യഥേഷ്ടം നമുക്ക് ഇഷ്ടപ്പെട്ട പാർട്ടികളെ അല്ലെങ്കിൽ വ്യക്തികൾക്ക് വോട്ട് കൊടുക്കാം. ആ വോട്ട് നമ്മൾ രഹസ്യമായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. എന്നാൽ ഓരോ പാർട്ടികളും ഇലക്ഷന് അല്ലെങ്കിൽ പാർട്ടികൾ സ്വരൂപിച്ച പണത്തിൻ്റെ കണക്ക് ആ പാർട്ടി വെളിപ്പെടുത്തുന്നത് തന്നെയാണ്. അത് കുറയ്ക്കാം, കൂട്ടാം. അതിന് SBI ഇതിനകത്ത് അതിനൊരു കോഡ്, ഈ പണം സ്വീകരിച്ച് ഇലക്ട്രൽ ബോണ്ട് വിൽക്കുമ്പോൾ അതിനൊരു കോഡില്ല എന്നവർ പറഞ്ഞു. പാർട്ടിയുടെ അല്ലെങ്കിൽ കമ്പനികളുടെ പാർട്ടികളുടെ കോഡില്ല, പക്ഷേ സീരിയൽ നമ്പർ ഇട്ടിട്ട് അത് ഹിഡൻ ആൽഫ ന്യൂമറിക് നമ്പറാണ് ഇടുന്നത്. അതാണ് ഒളിച്ചു വെക്കപ്പെട്ട നമ്പറാണ് അതിൽ ഇടുന്നത്. അതാര് തന്നു, എങ്ങനെ തന്നു, അല്ലെ എത്ര തന്നു, ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുത്തു, ഇതൊന്നും അറിയാതിരിക്കാൻ ഒളിച്ചു വെക്കുന്ന രീതിയിലെ ആൽഫ ന്യൂമറിക് കോഡാണ്. നമ്മൾ പല സാധനങ്ങൾ വാങ്ങുമ്പം ആ ബോക്സിൽ അല്ലെങ്കിൽ ആ ബോട്ടിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആൽഫ ന്യൂമറിക് നമ്പർ അതിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 10-30 അക്കങ്ങൾ, 1, 2, ABC അല്ലെ മലയാള അക്ഷരം, ഇങ്ങനെ എഴുതിയ ഒരു 10-30 ഡിജിറ്റൽ അക്കങ്ങളും അക്ഷരങ്ങളും ഒന്നിന് പുറകെ ഇങ്ങനെ ചേർത്ത് എഴുതി വെക്കും. അതാണ് ആൽഫ ന്യൂമറിക് നമ്പേഴ്സ്. അതിന് ചില സീരിയൽ നമ്പരും കൊടുക്കും. ഈ ആൽഫ ന്യൂമറിക് നമ്പർ വായിച്ചെടുക്കണമെങ്കിൽ അൾട്രാ വയലറ്റ് രശ്മി വേണം, UV ലൈറ്റ് വേണം. ആ UV ലൈറ്റിൽ മാത്രമേ ഈ കോഡ് നമുക്ക് വായിച്ചെടുക്കാൻ ഒക്കുള്ളൂ. അങ്ങനെ വായിച്ചെടുത്തെങ്കിൽ മാത്രമേ ഇത് ആര് വാങ്ങിച്ചു, ആര് തന്നു, അല്ലെങ്കിൽ ആർക്ക് കൊടുത്തു, ഇങ്ങനെയുള്ള വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. ഇത് എന്തുകൊണ്ടാണ് SBI ഇത്ര സൂക്ഷ്മമായിട്ട് ഈ രീതിയിലുള്ള കള്ളക്കളികൾ നടത്തുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അവർക്ക് രാഷ്ട്രീയമായ താല്പര്യങ്ങൾ SBIക്ക് വന്നിരിക്കുന്നു എന്ന് സുപ്രീം കോടതി സംശയിച്ചിരിക്കുന്നു. സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ ഈ വിവരങ്ങൾ കോടതിയിൽ ബോധിപ്പിക്കണം, സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പം അവർ ജൂൺ ഇലക്ഷൻ കഴിയുന്ന സമയം വരെ അവർ സമയം ചോദിച്ചു, ജൂൺ 30 വരെ. അപ്പോൾ തന്നെ സുപ്രീം കോടതിക്ക് അത് കത്തി. കാരണം ഇലക്ഷന് ശേഷം ഇലക്ഷന് ഈ കള്ളപ്പണം യഥേഷ്ടം ഉപയോഗിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകുന്നു എന്ന് സുപ്രീം കോടതിക്ക് മനസ്സിലായി. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഹാജരാക്കാൻ പറഞ്ഞു. ഡീറ്റെയിൽസ് ഹാജരാക്കിയപ്പോൾ ചില കാര്യങ്ങൾ ഒളിച്ചു വെച്ചാണ് SBI ഹാജരാക്കിയത്. നിങ്ങൾക്ക് എന്താണ് ഉദ്ദേശം, നിങ്ങൾക്ക് രാഷ്ട്രീയ താല്പര്യമുണ്ടോ എന്നുള്ള ധ്വനിയിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നു. കാരണം പല വിവരങ്ങളും കൊടുക്കാതെ ഇത് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. ഓരോ പാർട്ടിക്ക് കിട്ടിയ തുക എത്രയെന്നും അതൊക്കെ അങ്ങോട്ട് കൊടുത്തു. പക്ഷേ ആ തുക ആര് കൊടുത്തു, എത്ര കൊടുത്തു, എന്ന് കൊടുത്തു, ഏത് പാർട്ടിക്കൊക്കെ കൊടുത്തു, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഇല്ല. ഓരോ പാർട്ടികൾക്കും ലഭിച്ച തുക
ബോണ്ട് ഉപയോഗിച്ച് അവർ മാറ്റിയെടുത്ത SBIയിലെ തുക എത്ര, അതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ സപ്രസ് ചെയ്തു SBI. അത് സുപ്രീം കോടതിക്ക് മനസ്സിലായി. കഴിഞ്ഞ 12-നകം ഡീറ്റെയിൽസ് എല്ലാം സുപ്രീം കോടതി നൽകണമെന്നും ഈ 15-ാം തീയതിക്കകം അത് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും അത് നടന്നു. ആ വാണിങ്ങോടുകൂടി അത് നടന്നു. പക്ഷേ ചില കാര്യങ്ങൾ ഒളിച്ചു വെച്ചു എന്ന് സുപ്രീം കോടതിക്ക് തോന്നി. ആ ഒളിച്ചു വെച്ച കാര്യങ്ങൾ, ഒന്ന്, ഇത് ആ കോഡ് വായിച്ചാൽ ഏത് കമ്പനി കൊടുത്തു എന്നറിയില്ല. മൊത്തം കിട്ടിയ തുകയൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് ഏത് പാർട്ടിക്ക് കൊടുത്തു എന്നും ഏത് പാർട്ടി അത് ക്യാഷാക്കിയെന്നും എത്രയാണെന്നൊക്കെയുള്ള ഡീറ്റെയിൽസിൽ കൊടുക്കാതെ വന്നു. സുപ്രീം കോടതിക്ക് കാര്യം മനസ്സിലായി. SBIക്ക് ഇതിനകത്ത് എന്താ ഇത്ര താല്പര്യം എന്നുള്ള ചോദ്യം വന്നു. SBIയുടെ അവർ ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ വക്കീൽ മാത്രമാണ് കോടതിയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ വക്കീൽ എവിടെ? നിങ്ങൾക്ക് വേണ്ടി ഈ കള്ളത്തരങ്ങൾ കാണിക്കുന്ന കണ്ടപ്പം നിങ്ങളൊരു വക്കീൽ മുഖേന അത് ബോധിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ SBIയുടെ ഡയറക്ടർക്ക് ഒരു ഉത്തരവ് കൊടുത്തു. ആ ഡയറക്ടർ അദ്ദേഹം ഒരു സത്യവാങ്മൂലം കൊടുക്കാനൂടെ പറഞ്ഞു. അതിൻ്റെ അർത്ഥം അദ്ദേഹം നേരത്തെ സുപ്രീം കോടതി പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ ഒളിച്ചു വെച്ച് കൊടുത്തു എന്ന് സുപ്രീം കോടതിക്ക് തോന്നി. അപ്പം സുപ്രീം കോടതി അത് ഓപ്പൺ കോടതിയിൽ 5-അംഗ ബെഞ്ചിൻ്റെ ആ ഒരു ഒബ്സർവേഷൻ വന്നു. നിങ്ങൾ ചോദിക്കൂ, ഞങ്ങൾ തരാം എന്ന് SBI പറഞ്ഞതായ പോലെ ചോദിച്ച വിവരങ്ങൾ തന്നു എന്നുള്ള സ്റ്റാൻഡാണ്. ഇതിനെ സംബന്ധിക്കുന്ന ക്ലൗഡ് അത് മാറാൻ വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി വിവരങ്ങൾ ചോദിച്ചപ്പം അത് മുഴുവൻ തരാനായിട്ട് SBIക്ക് ബാധ്യതയുണ്ട്. അവരതിനകത്ത് അല്പം രാഷ്ട്രീയം കളിച്ച് ചില കാര്യങ്ങൾ കൊടുത്തില്ല. അങ്ങനെ കൊടുക്കാത്തതിൻ്റെ ഡീറ്റെയിൽസ് അറിയാതിരിക്കാനാണ് ആൽഫാ ന്യൂമറിക്ക് ആയിട്ടുള്ള നമ്പേഴ്സ് കൊടുത്തു, അതിൻ്റെ സീരിയൽ നമ്പർ കൊടുത്തു. സുപ്രീം കോടതി പച്ചയ്ക്ക് ഇപ്പം അങ്ങ് പറഞ്ഞു ഓപ്പണായിട്ട്, ഞങ്ങൾ ചോദിച്ച മാത്രമല്ല ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് മൊത്തമുള്ളത് അത് മുഴുവൻ ഇങ്ങോട്ട് ഹാജരാക്കും. അതോടുകൂടി SBI വെട്ടിലായി. ഹരീഷ് സാൽവെ അവർക്ക് വേണ്ടി വക്കീലായിട്ട് ഹാജരായി. അപ്പം ഇപ്പോഴത്തെ ആൽഫാ ന്യൂമറിക് കോഡിൻ്റെ വിവരങ്ങൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ UV ലൈറ്റ് അതിനകത്ത് ലൈറ്റ് കൊണ്ട് മാത്രമേ അത് വായിച്ചെടുക്കാൻ കഴിയുള്ളൂ. അത്ര സൂക്ഷ്മതയോടെ ഇങ്ങനെയൊക്കെ എന്തിനാണ്, ഇത്ര ഒളിവോടുകൂടി എന്തിനാണ് SBI പോലെയുള്ള ഒരു സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനം, അവർക്ക് മറ്റ് രാഷ്ട്രീയ ഇൻട്രസ്റ്റുകളൊന്നും ഇല്ല, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ രീതിയിലുള്ള ഒരു ഡീറ്റെയിൽ സബ്മിഷൻ തന്നത് എന്ന് വരെ സുപ്രീം കോടതി ചോദിച്ചു വച്ചിരിക്കുന്നു. എന്തായാലും ആകെ BJPക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് 6,986 കോടിയാണ് എന്ന് പറഞ്ഞാൽ 7,000 കോടിയോളം വന്നിരിക്കുന്നത് BJPക്കാണ്. അതനുസരിച്ച് ഏറ്റവും കൂടുതൽ തുക കിട്ടിയിരിക്കുന്നത് അവർക്കാണെന്ന് അതിപ്പം മനസ്സിലായി. സുപ്രീം കോടതിയിലെ SBIയോട് 24 മണിക്കൂറിനകം ഡീറ്റെയിൽസ് മുഴുവൻ തരണം, ഈ 21-ാം തീയതിക്ക് മുഴുവൻ ഡീറ്റെയിൽസും തന്നിരിക്കണം, ഒരു അഫിഡവിറ്റ് തരണമെന്ന് പറഞ്ഞാൽ ഇനി അതിനകത്ത് ഒളിച്ചു വെച്ച് എന്തെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ SBI ഡയറക്ടറെ കോട്ടലക്ഷ്യത്തിന് നടപടിയിലേക്ക് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് SBI മിക്കവാറും എല്ലാവരും കൊടുത്തിട്ടുണ്ടാവും. മറ്റേതെങ്കിലും ഒളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്ടർ തീർച്ചയായിട്ടും ഖരെ ആണ് അതിൻ്റെ SBI ഡയറക്ടർ, അങ്ങേർക്കെതിരായിട്ട് നടപടി സുപ്രീം കോടതിയിൽ എടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്.